ഹായ്, ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 1ാം വാർഷികമാണ്. കഴിഞ്ഞ ജൂലൈ 30-നാണ് പുലർച്ചെ നമ്മൾ ആ ദുരന്ത വാർത്ത കേട്ടത്. അപ്പോൾ അതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ ഇന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഒരു ഭൗമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പോവുകയാണ് ഇന്ത്യയും നാസയും ചേർന്ന്, ISROയും നാസയും ചേർന്ന്. ഭൗമോപരിതലത്തിലെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉള്ളവ വളരെ മുൻകൂട്ടി അറിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ആ ഉപഗ്രഹ വിക്ഷേപണം നൽകുന്നത്. ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരം വൈകുന്നേരത്തിൽ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ഫോക്കസ് നമ്പർ 1. കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീളുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി അവർ ജയിലിലാണ്. ഇന്ന് ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. ഈ സാഹചര്യത്തിൽ അവർ ഇനിയും ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ല എന്ന് കാട്ടിയാണ് സെഷൻസ് കോടതി ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്നത്. മാത്രവുമല്ല, NIA കോടതിക്ക് ഈ കേസ് കൈമാറുകയും ചെയ്തിരിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കാം. ഫോക്കസ് നമ്പർ 1ലേക്കാണ് വിശദമായി കടക്കുന്നത്. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കാം. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷയെ പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലാണ്, തള്ളിയ സാഹചര്യത്തിലാണ് സെഷൻസ് കോടതിയിലേക്ക് എത്തിയത്. മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് മനുഷ്യക്കടത്തും ഒപ്പം തന്നെ മതപരിവർത്തനവുമാണ് ഇതിൽ ആരോപിക്കുന്നത്. ഇത് തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സെഷൻസ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ സെഷൻസ് കോടതിയും സമാനമായ നിലപാട് തന്നെ എടുത്തു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നുണ്ട്, വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് പരിഗണിക്കാനാകില്ല എന്ന് സെഷൻസ് കോടതിയും നിലപാടെടുത്തു. മാത്രവുമല്ല, ഇത് NIAയുടെ ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് കോടതി ചെയ്തത്. അപ്പോൾ ഈ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർ ഇത് തള്ളി, ഈ ആരോപണങ്ങൾ തള്ളി. ജീവിക്കാനുള്ള അവകാശം, അതിൽ നിന്നുകൊണ്ട് തൊഴിലെടുക്കാനുള്ള അവകാശം, അത് മാത്രമാണ് യുവതികൾ ചെയ്തത്. ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. ഈ ഹർജി പോലും പരിഗണിക്കാതെ മാറ്റുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ഇനിയും ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്നത്തെ കോടതി നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇടപെടാൻ അധികാരമില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഈ അപേക്ഷ പരിഗണിക്കാതെ മാറ്റിയത്. ബിലാസ്പൂർ NIA കോടതിയിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് കോടതിക്ക് പുറത്ത് സംഭവിച്ച കാര്യങ്ങളെന്ന്. കോടതിക്ക് പുറത്ത് ഇന്ന് വലിയ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. അത് ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് തടിച്ചെത്തുകയും അവിടെ അവർ മുദ്രാവാക്യം വിളികളുമായി തുടരുകയും ചെയ്തതാണ് നമ്മൾ കോടതിക്ക് പുറത്ത് കണ്ടത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്ന് കരുതി എത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ജ്യോതി ശർമ്മ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അടിച്ച് മുഖം തിരിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അതേ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ കോടതിക്ക് പുറത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കോടതി ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് തന്നെ ഇത് NIA കോടതിയിലേക്ക് മാറിയേക്കാമെന്ന് ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആഘോഷങ്ങൾ തുടങ്ങി അത്തരം നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് കോടതിയുടെ മുൻവശം വേദിയായത്. അപ്പോൾ പോലും ഇതിനെല്ലാം കാഴ്ചക്കാരായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നതുപോലെ തന്നെ പോലീസ് ആ കോടതിക്ക് മുൻപിലുണ്ടായിരുന്നു. കോടതി പരിസരമായിട്ട് പോലും ഇത്തരം സാഹചര്യങ്ങൾ അവിടെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. അതേസമയം വലിയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ
ഉയരുന്നത്. ഒപ്പം തന്നെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും ഉയരുന്നത്. ഇന്ന് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രത്യക്ഷ സമരം നടന്നു. വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത്. അല്പം മുൻപ് ആണ് ആ പ്രതിഷേധം അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. വലിയ ഐക്യദാർഢ്യ പ്രതിഷേധ റാലിയായി തന്നെ വായ് മൂടിക്കെട്ടി പുരോഹിതർ അടക്കമുള്ളവർ രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമര രംഗത്ത് ഇറങ്ങുന്നതിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഛത്തീസ്ഗഡിൽ സന്യാസിമാരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുന്നത് രണ്ടുപേരെയായിട്ട് അണിനിരുന്ന പിതാക്കന്മാർ, മോൺസിഞ്ഞോർമാർ, വൈദികൻ സന്യസ്തർ, പ്രവർത്തകരെല്ലാവരും, വിശ്വാസികളെല്ലാവരും ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കടുത്ത വിമർശനമാണ് മലങ്കര കത്തോലിക്ക സഭ ഉയർത്തിയത്. അവര് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ഇടപെടാനാണെങ്കിൽ ഒരുപക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയമാണിത്. പക്ഷേ അത് നിയമമാണെന്നും നിയമത്തിന്റെ വഴിക്കാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ ഇതിനെ നീട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധവുമായി മലങ്കര കത്തോലിക്ക സഭയും ഒപ്പം KCBCയും രംഗത്ത് വന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊരു മാനദണ്ഡമായിരിക്കും എന്നതാണ് ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകുന്നത്. ചങ്ങാത്തം പിന്നെ എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാരിനും BJPക്കും ഇതിലൂടെ ബിഷപ്പ് നൽകുന്നത്. കത്തോലിക്ക സഭ അധ്യക്ഷൻ ക്ലിമീസ് കാതോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ് കേരളത്തിൽ. UDFും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തി. സ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച് പീഡിപ്പിക്കുന്ന BJP സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് മാർച്ച് BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കടന്നു വരികയാണ്. KPCCയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സണ്ണി ജോസഫ് MLA, പ്രതിപക്ഷ നേതാവ് വലിയ പ്രതിഷേധമാണ് രാജ്ഭവനിലേക്ക് ഇന്ന് നടന്നത്. രാജ്യ തലസ്ഥാനവും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് മൂന്നാം ദിവസവും വേദിയായി. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസവും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇന്നും UDF MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. പാർലമെന്റിന്റെ ഇരു സഭകളിലും UDF MPമാർ വിഷയം ഉന്നയിച്ചു. ലോക്സഭയിൽ UDF MPമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്ലക്കാർഡുകളുമായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നടന്ന പ്രതിഷേധമാണ്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഇവരുടെ റിലീസ് ഉടൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അതിലേക്ക് 3 ladies with another bunch of ladies, they should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. Frankly, the government doesn't take action on anything except their publicity, their PR, and when elections are coming, what face they want to show to the public. ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. We thought that police will come and rescue them because last Christmas period, I am also remembering the last Christmas period, our Honorable Prime Minister went to CPCI headquarters
and he given a big basham and he given full promises to protect minority rights and Christians' rights. In Kerala, madam, our BJP friends, they used to go to Christmas time with a cake. They used to go to Christmas cake. But now what is happening? Last 5 days, these 2 innocent nuns are in jail. Without any reason. Without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. That minorities are there, that are also they are women. ഇന്ന് ആദ്യമായി ഈ വിഷയം സഭയിൽ എടുക്കുമ്പോൾ കേരളത്തിൽ അരമനകൾ കയറിയിറങ്ങി കേക്ക് വിതരണം ചെയ്യുന്ന ബി.ജെ.പി. നേതാക്കൾ കേക്ക് വിതരണം ചെയ്യുമ്പോൾ വടക്കേ ഇന്ത്യയിൽ കന്യാസ്ത്രീകളെ കയ്യാമം വെക്കുകയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്തത്. കഴിഞ്ഞ 3-4 ദിവസമായി തന്നെ കോൺഗ്രസ് ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ, അവരുടെ പ്രതിനിധി സംഘം ഈ ജയിലിലെത്തി കന്യാസ്ത്രീകളുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എത്തിയ LDF സംഘത്തിന് പക്ഷേ കന്യാസ്ത്രീകളെ കാണാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. അത് സമയം കഴിഞ്ഞുപോയി എന്നത് ചൂണ്ടിക്കാട്ടി അവർക്ക് കഴിഞ്ഞ ദിവസം അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ന് ഇടത് സംഘം കന്യാസ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. नकली बनाए गए केस के ऊपर 2 सिस्टर्स, 2 नन्स जो सालों से गरीबों के बीच रहकर काम कर रहे हैं, ये छत्तीसगढ़ गवर्नमेंट और बीजेपी की संकीर्ण एजेंडा के तहत आज जेल में डाले गए हैं. उनकी तबीयत भी खराब है, उनकी आर्थराइटिस है, बुखार है, उनको जमीन पर सुलाया जा रहा है. इंडिया न्यूज़ थोड़ा नीचे. और आज ये हालत है कि ये नन्स को ये सवाल पूछना पड़ रहा है कि उनके ऊपर बजरंग दल वालों ने आरोप लगाया कि वो विदेशी हैं. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത് എന്നത് കൂടി നോക്കാം. ഈ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ്, മനസ്സിലാക്കി കൊടുക്കും എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഈ കന്യാസ്ത്രീകൾ ഈ ആരോപിക്കപ്പെടുന്ന തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ബി.ജെ.പി. നേതൃത്വത്തെ പൂർണ്ണമായും തള്ളുകയാണ് പരിവാർ സംഘടനകൾ. അവർ രംഗത്ത് പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ ബി.ജെ.പി. അധ്യക്ഷനെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. ഈ ക്രൈസ്തവ സമൂഹവുമായി ബി.ജെ.പി. അടുക്കുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകളുണ്ടായിരുന്നു. അവർ അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും തുടങ്ങിയിരുന്നതാണ്. ഈ ഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് അതിന്റെ സാധ്യതകൾക്ക് തടയിടും എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുന്നതും കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതും ഒരു പ്രതിനിധി സംഘത്തെ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തത്. ഇവർ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് മുഴുവൻ തള്ളിക്കളയുകയാണ് RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ചെയ്തിരിക്കുന്നത്. RSS നേതാവ് കെ ഗോവിന്ദൻകുട്ടി ഫേസ്ബുക്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. പ്രീണനമല്ല, പ്രവർത്തനമാണ് വേണ്ടതെന്ന ഉപദേശം നൽകിയിരിക്കുകയാണ്. എന്തിനാണ് കേരളത്തിലെ ബി.ജെ.പി. ഇത്ര വേവലാതിപ്പെടുന്നത്? ഈ കാര്യങ്ങളിൽ എന്താണ് വേണ്ടതെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ നോക്കിക്കൊള്ളും എന്ന ഒരു കാര്യവും കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീഡിയോയ്ക്ക് താഴെ കമന്റായി RSS നേതാവ് കുറിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവും രംഗത്തു വന്നു. പല കാര്യങ്ങളിലും ബി.ജെ.പി. നിലപാടുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതല്ലല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഹിന്ദു ഐക്യവേദി വ്യത്യസ്തമായ ഒരു സംഘടനയാണ്, വ്യത്യസ്തമായ NDTയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ബി.ജെ.പിയുടെ നിലപാട് അങ്ങനെ തന്നെ എല്ലാം ഹിന്ദു ഐക്യവേദി സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഈ വിഷയത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകൾ അവിടുത്തെ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടുത്തെ നിയമമനുസരിച്ച് വിചാരണ നേരിടുകയും ചെയ്യണം. കേസന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ഈ ആരെയും കുറ്റവിമുക്തരാക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല.
രാജീവ് ചന്ദ്രശേഖറിന് ഒരു ചുക്കും അറിയില്ല എന്നതായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയുടെ പ്രതികരണം. ഒപ്പം ഈ പരിവാർ സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതോടുകൂടി BJP ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു മയപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അവരുടെ മുൻ നിലപാട് തിരുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മുൻ നിലപാട് മാറ്റി അനൂപ് ആന്റണി തന്നെ ഇന്ന് സംസാരിച്ചത് അതിനൊരു തെളിവായി. ആ വിഷയത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ അടുത്ത്, ഈ വിഷയത്തിൽ ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തും. അന്വേഷണം കണ്ടെത്തിയിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇവരുടെ ബെയിലും ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും തമ്മിൽ എന്താ പറയുന്നത്, രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വരുമല്ലോ, അന്നേരം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ അന്വേഷിക്കട്ടെ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ വിശദമായ അന്വേഷണം നടത്തും. അവർ ഏത് രീതികളിലും അന്വേഷിക്കാനും അതിന് എന്ത് പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ആ അന്വേഷണം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. അത് നമുക്കാക്കാം. ക്രൈസ്തവ സഭകളുമായുള്ള BJPയുടെ ബന്ധം, അവരുടെ നിലപാടിലെ ഇരട്ടത്താപ്പ്, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ അതിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുമ്പോഴാണ് ഇങ്ങനെയൊരു നിലപാട് മാറ്റം BJPയിൽ തന്നെ സംഭവിക്കുന്നത് എന്നത് കാണണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, പ്രധാനമന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയ അല്പസമയം മുൻപ് എന്നതാണ്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടിയിട്ടുണ്ടാകും. സംസ്ഥാനത്തെ സാഹചര്യം എന്താണ് എന്നത് രാജീവ് ചന്ദ്രശേഖർ ധരിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് കരുതുന്നത്. എന്തായാലും പരിവാർ സംഘടനകൾ ഒറ്റക്കെട്ടായി ഈ വിമർശനം തുടരുമ്പോൾ BJPക്ക് ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ, കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. മറ്റ് ഒരു കാര്യം നോക്കിയാൽ ക്രൈസ്തവ സഭകൾ പരസ്യമായി തന്നെ ഇന്ന് BJPക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങുന്നതും കണ്ടതാണ്. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇനിയും അവർ ജയിലിൽ തുടരണമെന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിരിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല. വളരെ വലിയ വകുപ്പുകൾ ചുമത്തി നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് അവർ കോടതികളെ സമീപിക്കുന്നത്. നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. ധർമ്മസ്ഥലയിൽ മണ്ണടിഞ്ഞത് എന്തൊക്കെ? ആ രഹസ്യങ്ങൾ തേടിയുള്ള തെരച്ചിൽ അവിടെ ഇന്നും തുടരുകയാണ്. SITയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ഇന്ന് രണ്ടാമത് പോയിന്റായി കണ്ട വനപ്രദേശത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളികളും SIT ഉദ്യോഗസ്ഥരുമൊക്കെ രാവിലെ മുതൽ തന്നെ ആ വനപ്രദേശത്തിനുള്ളിൽ തെരച്ചിലാണ്. അവിടെ വനപ്രദേശമായതുകൊണ്ട് തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിന് പരിമിതികളുണ്ട്. പക്ഷേ സാധ്യമായ തരത്തിലൊക്കെ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു. ഇന്നലെ നദീതീരത്തായിരുന്നു ആദ്യ കണ്ടെത്തിയ പോയിന്റുകളിലെ തെരച്ചിൽ നടന്നത്. അവിടെ വലിയ നീരൊഴുക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ വെള്ളക്കെട്ട് പൊങ്ങി വരുന്നതൊക്കെ തെരച്ചിലിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചു. അവിടെ ഒന്നും കണ്ടെത്താനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കരയൊക്കെ നദിയെടുത്ത സാഹചര്യങ്ങൾ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി വനപ്രദേശത്ത് ഇന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ഉച്ചവരെയുള്ള തെരച്ചിലിൽ യാതൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. തെരച്ചിൽ അവിടെ തുടരുകയാണ്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം SITയുടെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശുചീകരണ തൊഴിലാളി, വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഏതൊക്കെ സ്ഥലങ്ങൾ പറയുന്നു, അവിടെ എത്ര ആഴത്തിൽ എങ്ങനെയൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നു, ആ നിലയിലൊക്കെ പരിശോധന നടത്തും എന്ന ഒരു നിലപാടാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് 2 പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. അത് ഒന്ന്, +2 വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അപ്പോൾ സൗജന്യയുടെ മരണവും ഇതുമായി കൂട്ടിക്കെട്ടിയുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ സൗജന്യയുടെ അമ്മ പറയുകയാണ്, ഈ ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയാണ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. ആ പ്രതികരണം കണ്ടിട്ട് തിരിച്ചെത്താം. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ, ಮಗಳದು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು ಇವತ್ತು ಕೇಳ್ತಾ ಇದ್ದೀನಿ. SIT തനിഖെಗೆ അനീതിക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്നതാണ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ಧರ್ಮಸ್ಥಳ ರಿಪಬ್ಲಿಕನ್
ಧರ್ಮಸ್ಥಳ ಭಾರತದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಭಾರತ ದೇಶದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಬೇರೆ ದೇಶ. ಅದು ಅದಕ್ಕೆ ಕಾನೂನೇ ಬೇರೆ, ಅದಕ್ಕೆ ಪೊಲೀಸ್ ಇಲಾಖೆಯೇ ಬೇರೆ, ಅದಕ್ಕೆ ರಾಜಕೀಯ ವ್ಯವಸ್ಥೆ ಬೇರೆ. ನಾವು ಹೇಳೋದು അല്ലല്ല വിധാനസൗധ ಮಾಡಬೇಕು. ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി മഹേഷ് ഷെട്ടി തിമിരോടിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വലിയ ദുരൂഹതയാണുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരോടും ആ സഹകരണം അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെ തെരച്ചിൽ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ആ തെരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി കെ വി ബൈജു ധർമ്മസ്ഥലയിൽ തുടരുന്നുണ്ട്. ഓരോ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും ആദ്യം എത്തിയ മാധ്യമ സംഘം ന്യൂസ് 18-ന്റേതാണ്. അവിടെ നിന്നും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ഇന്ന് 11 മണിക്കാണ് SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി നേത്രാവതി പുഴയോരത്തെത്തിയത്. അത് കഴിഞ്ഞ് 4ഉം 5ഉം 6ഉം ഈ 3 സ്ഥലങ്ങളിലേക്കാണ് ആദ്യം നീങ്ങിയത്. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റിലെ പരിശോധന ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. പക്ഷേ നേത്രാവതി പുഴയോരത്തായതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം പരിശോധന പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് പൂർണ്ണമായും വനമേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്, ഇത്തരത്തിലുള്ള പോയിന്റുകളിൽ പരിശോധന നടത്തിയത്. ഇനി ഏറ്റവും പ്രധാനം ഈ 8 മുതൽ 11 വരെയുള്ള ആ സ്ഥലങ്ങളാണ്. അത് റോഡിനോട് ചേർന്നാണ്, അതുപോലെ തന്നെ വനമേഖലയിലുമാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. നിലവിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പുഴയോരത്തുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. SITയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം ഫോറൻസിക് സംഘവും ഈ പരിശോധനയിൽ ഉണ്ട്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന DGP തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകോപനം നടത്തുന്നത് അദ്ദേഹമാണ്. ഈ ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഓരോ സ്ഥലങ്ങളിലും ഏത് സ്ഥലങ്ങളിൽ കുഴിയെടുക്കണമെന്ന കാര്യത്തിലൊക്കെ നിർദ്ദേശം നൽകുന്നത്. ഏതായാലും ആളുകളെ ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വനത്തിനകത്ത് ഈ JCB കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. 3ാമത്തെ പോയിന്റിൽ 3 അടി വരെ കുഴിച്ചു, പക്ഷേ അവിടെ കണ്ടെത്താനായില്ല. ഇനിയിപ്പോൾ മറ്റ് ഇടങ്ങളിലുള്ള പരിശോധനയും ഇന്ന് തന്നെ നടക്കും. ശുചീകരണ തൊഴിലാളി ഇവിടെ തന്നെയുണ്ട്. രാവിലെ വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ പൂർണ്ണമായും SIT വിശ്വാസത്തിലെടുത്ത് അത്തരത്തിലുള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രദേശങ്ങളിൽ വലിയ നിർമ്മിതി ഇതിന് ശേഷമുണ്ടായി. ഈ 15 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നാനഘട്ട എന്ന് അറിയപ്പെടുന്ന നേത്രാവതി പുഴയോരത്തെ ആ സ്ഥലത്താണ്. ഇവിടെ ധാരാളം ആളുകൾ ഈ ഒരു സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഈ സ്ഥലങ്ങളിൽ വലിയ നിർമ്മിതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്ന കാര്യം അദ്ദേഹം പറയുന്നു. പക്ഷേ വനമേഖലയിൽ അങ്ങനെയല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു നിർമ്മിതിയും കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 13ാം പോയിന്റാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ 13ാം പോയിന്റിലും ഇതേ സാഹചര്യമുണ്ട്. അവിടെ റോഡാണ്. റോഡിന് ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മണ്ണുകൾ അവിടെ കൂടുതലുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവിടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ്. ഏതായാലും അല്പസമയം മുമ്പ് ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് മറ്റ് പോയിന്റ്, അതായത് വനമേഖലയിൽ 8 മുതൽ 11 വരെയുള്ള പോയിന്റുകളിലേക്കും കൊണ്ടുപോയിട്ട് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള ഈ മണ്ണെടുത്തുള്ള പരിശോധന നടക്കുക. നിലവിൽ ഇതുവരെ 1ഉം 2ഉം ഈ 2 പോയിന്റുകളിലും ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി 13 ഇടങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ മറ്റ് സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ. ഇദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് SIT ഇപ്പോഴും ഈ ഒരു പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശക്തമായ പോലീസ് സന്നാഹമാണ് ഈ ഒരു നേത്രാവതി പുഴയോരത്ത് ഒക്കെയുള്ളത്. എന്നാലും വരും മണിക്കൂറുകളും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെ. തീർച്ചയായും ഏറെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ 2 ദിവസത്തെ പരിശോധന, ഏതാണ്ട് ഇന്നത്തെ പരിശോധനയും പൂർത്തിയാകാറാകുമ്പോഴും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് വരുന്നത് ചില സംശയങ്ങൾക്ക് കൂടി ഇടയാക്കുന്നു. പക്ഷേ നമുക്കറിയാം, മക്കളെ നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഇതിനോടകം രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ ഒരു തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ മാത്രമല്ല ഈ കേസിന് ആധാരമായിട്ടുള്ളത് എന്നതൊരു സാഹചര്യമുണ്ട്. എന്തായാലും SITയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ തൃപ്തിയാണ്. ഈ ഇരകളാക്കപ്പെട്ടവർ
അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരവും കെ വി ബൈജു ഉൾപ്പെടെ ആ പരിശോധനകളൊക്കെ നേരിട്ട് കാണുന്നവരാണ്. SIT ഈ ശുചീകരണ തൊഴിലാളികൾ പറയുന്ന ഓരോ ഇടവും കൃത്യമായി പരിശോധിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് ശുചീകരണ തൊഴിലാളിക്ക് തൃപ്തി വരുന്നതുവരെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് SIT തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ദുരൂഹതകൾ തേടിയുള്ള തെരച്ചിൽ, അവിടെ മണ്ണെടുത്തുള്ള തെരച്ചിൽ അവിടെ തുടരുക തന്നെയാണ്. നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ തുടങ്ങിയ പരിശോധനകൾ 2 സ്ത്രീകളുടെ തിരോധാനത്തിലേക്ക് അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടതാണ്. എന്നാൽ അവിടെ ഒരു സ്ത്രീയുടെ തിരോധാനം കൂടി ആ കേസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നതാണ് ഇന്നത്തെ വാർത്ത. അത് ചേർത്തല വാരനാട് സ്വദേശി ആയ ഐഷ എന്ന സ്ത്രീയുടേതാണ്. ഈ ഐഷയെ 2012 കാണാതായതാണ്. അവരെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിട്ടില്ല. ആ തിരോധാന കേസും ഇതുമായി ബന്ധിപ്പിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ബ്രോക്കറായ സെബാസ്റ്റ്യനുമായി അവർ ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ജൈനമ്മ ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ ഈ 2 കേസിലും എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ ചില കാര്യങ്ങൾ ഐഷയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോഴാണ് ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തുന്നത്. മൂന്നാമതൊരു തിരോധാനം കൂടി ഈ കേസിന്റെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ആരാണ് ഈ ഐഷ എന്ന്. ചേർത്തല വാരനാട് സ്വദേശിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഐഷ. 2012 ഇവരെ കാണാതാകുന്നത്. 2012 മെയ് 13 വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല. അവരെക്കുറിച്ച് മക്കൾക്കോ ബന്ധുക്കൾക്കോ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ ആരാധനാലയങ്ങളിൽ പോകാറുണ്ടായിരുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിൽ എവിടെയെങ്കിലും പോയതായിരിക്കും, തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കുടുംബം കഴിഞ്ഞു. പിന്നീട് 2012 മെയ് 21 അത്രയും ദിവസത്തിന് ശേഷമാണ് അവർ പരാതി നൽകുന്നത്. അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി ഐഷയുടെ മക്കൾ ചേർത്തല പോലീസിനെ സമീപിക്കുകയായിരുന്നു. ചേർത്തല പോലീസ് അന്വേഷണം നടത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പക്ഷേ ഈ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇതാണ് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഐഷ തിരോധാനം ഇതുമായി എങ്ങനെ ബന്ധിക്കുന്നു എന്ന് നോക്കിയാൽ, ഐഷ ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു. അവർ വിരമിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ പൈസ അതുപയോഗിച്ച് കുറച്ച് വസ്തു വാങ്ങുന്നു. ആ വസ്തുവിൽ അവർ ഒരു അടിത്തറ കെട്ടുന്നു. ആ അടിത്തറയിൽ ഒരു ഷെഡ്, ആ വീടിന്റെ പണിയൊന്നും പൂർത്തിയായില്ല, ഒരു ഷെഡ് നിർമ്മിച്ച് അവിടെ ഒറ്റയ്ക്കായിരുന്നു ഐഷ താമസിച്ചിരുന്നത്. അവർ ഒരു ദിവസം പെട്ടെന്ന് കാണാതെയാവുകയാണ്. അപ്പോൾ അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വെളിവാകുന്നത് ഇവർ ഈ വസ്തുവിന് മുഴുവൻ പണവും നൽകിയിരുന്നില്ല. മകനാണ് പിന്നീട് ബാക്കി പണം നൽകി ആ വസ്തു പേരിൽ ചേർക്കുന്നതും പിന്നീട് അത് കൈമാറ്റം ചെയ്യുന്നതുമൊക്കെ മകനാണ്. അപ്പോൾ ഇവരുടെ ഈ വസ്തു ഇടപാടിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിൽ സെബാസ്റ്റ്യൻ എന്ന ഇപ്പോൾ പിടിക്കപ്പെട്ട വ്യക്തി ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അങ്ങനെയാണ് ഈ ജയനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാനവുമായി ഈ കേസ് ഇപ്പോൾ ചർച്ചയാകുമ്പോൾ കൂട്ടിയിണക്കപ്പെടുന്നത്. കാരണം സെബാസ്റ്റ്യൻ അന്ന് ആ വസ്തു ഇടപാടിലെ ബ്രോക്കറായിരുന്നു എന്ന് വരുന്നു. അപ്പോൾ ഇയാൾ സമാനമായ രീതിയിൽ മറ്റ് 2 സ്ത്രീകൾ മരിച്ചതുപോലെ തന്നെയാണ് തങ്ങളുടെ അമ്മയെയും കാണാതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുമ്പോഴാണ് ഇപ്പോൾ ആ കേസിൽ കൂടി പുനരന്വേഷണം വരുന്നത്. ഐഷ വാങ്ങിയ പുരയിടത്തിന്റെ പണം മുഴുവൻ നൽകാതെ അവർ അവിടെ എങ്ങനെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി, എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ നിഴലിലാണ്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സെബാസ്റ്റ്യനുമായി ഇവർക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു, വസ്തു ഇടപാട് ഉണ്ടായിരുന്നു എന്നത് പ്രദേശവാസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതാണ് പോലീസിന് ഇതുവരെ ഈ കേസിനെ ബന്ധിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത്. അത് പ്രദേശവാസികൾ ഈ നിലയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥിരീകരണമാണ്. അതിൽ ഒരാൾ രൂപേഷ് നമ്മളോട് പ്രതികരിച്ചു. രൂപേഷിന്റെ പ്രതികരണം കേൾക്കാം. ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം അവിടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിന്റെ കേസുമായി നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്.
കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞായിട്ട് ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സുഭാഷിനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജൈനമ്മയുടെ കേസ്. ജൈനമ്മയുടെ ഡിസംബർ മുതലാണ്. ഇത് DNA പരിശോധന നടത്തെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാൽ. DNA പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ വസ്തു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് രൂപേഷ് സ്ഥിരീകരിക്കുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അങ്ങനെ വസ്തു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ എന്നതിന്റെ ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ക്രൈംബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ കേസിൽ ജൈനമ്മയുടെ ാണ് ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം, കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എന്നാണ് സംശയിക്കുന്നത്. അതിന്റെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരണമാകൂ. ഈ വീട്ടിൽ നിന്ന് രക്തക്കറ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറ്റകൃത്യത്തിന്റേതാണ് ഈ തെളിവുകൾ എന്ന് സംശയിക്കപ്പെടുന്നു. അത് സ്ഥിരീകരണം വരുന്നത് DNA പരിശോധനയിലൂടെയാണ്. ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ ഐഷയുടെ തിരോധാനവും ഒരുമിച്ച് അന്വേഷിക്കുകയാണ്. ഈ വീടും പരിസരവുമൊക്കെ ബിന്ദു പത്മനാഭന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ RDOയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം. അങ്ങനെ എത്ര സ്ത്രീകൾ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. കൂടുതൽ തിരോധാനങ്ങൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. സുനാമി ഭീതിയിലാണ് ലോകം. റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്നാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വൻ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെയാണ് കാംചത്ക മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. റഷ്യയുടെ കിഴക്കൻ തീരങ്ങളിലും ജപ്പാനിലും വലിയ പ്രകമ്പനമുണ്ടായി. റഷ്യയിലെ സെവേറോ കുറിൽസ്ക് പട്ടണത്തിൽ ഒരു കിൻഡർ ഗാർഡൻ നിലം പതിച്ചു. അത് ഈ ഭൂമി കുലുക്കവുമായി ബന്ധപ്പെട്ടാണ്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായി വിവരമുണ്ട്. ഭൂകമ്പത്തിനേക്കാൾ ദുരന്തവും ഭീതിയും വിതയ്ക്കുകയാണ് അതിന് പിന്നാലെ എത്തിയ സുനാമി തിരകൾ. ഇപ്പോൾ മേഖലയിലുടനീളം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഷ്യയിലെ കോറിൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെയും തീരപ്രദേശങ്ങളിലുമാണ് ആദ്യം സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചതുകൊണ്ട് ആൾനാശം ഉണ്ടായിട്ടില്ല. വ്യാപക നാശനഷ്ടങ്ങളാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിച്ചിരുന്നു. നമുക്കറിയാം 2011 ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നതാണ്. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ഏകദേശം 30 സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ ആദ്യം ഹവായിലാണ് സുനാമി ആഞ്ഞടിച്ചത്. അമേരിക്കയും സുനാമി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പേൾ ഹാർബറിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. ഇവിടെ ഒഴിപ്പിച്ച പ്രദേശങ്ങൾ സുരക്ഷിതമാണ് എന്ന് പിന്നീട് അധികൃതർ അറിയിച്ചു. ഇതോടെ ആളുകൾക്ക് അവിടേക്ക് മടങ്ങാനാകുന്ന സാഹചര്യം ഉണ്ടാകും ഉടൻ തന്നെ എന്നും അധികൃതർ അറിയിച്ചു. കാലിഫോർണിയ തീരത്തും സുനാമി എത്തി. ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. അതേസമയം ഫിലിപ്പൈൻസ് മുന്നറിയിപ്പുകൾ ഇപ്പോൾ പിൻവലിച്ചിട്ടുമുണ്ട്. ജൂലൈ 20 റഷ്യയിൽ 1 മണിക്കൂറിനിടെ 5 ഭൂകമ്പം ഉണ്ടായിരുന്നു. അന്ന് 7.4 തീവ്രതയുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടം അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 8.3 വരെ തീവ്രത രേഖപ്പെടുത്തിയ 7 ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 1900-ന് ശേഷം ജൂലൈ അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് എന്തായാലും വലിയ ഭൂകമ്പവും സുനാമി തിരമാലകളും ഉണ്ടാകുന്നത്. ഇപ്പോഴുണ്ടായ ഭൂകമ്പം 8.8 തീവ്രതയുള്ളതാണ്. അത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ വലിയ റിക്ടർ സ്കെയിലിൽ അത്രയധികം തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഇത്. എന്തായാലും ജൂലൈ അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ് ജപ്പാനുമേൽ ഈ ഒരു സുനാമി ആഞ്ഞടിച്ചത്. മാങ്ക ആർട്ടിസ്റ്റ് തത്സുഗിയുടെ ഒരു പ്രവചനമുണ്ടായിരുന്നു. ജൂലൈ 5 മഹാനഗരങ്ങളെ കടലെടുക്കും എന്ന ഒരു പ്രവചനമുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊക്കെ കളവാണ്, അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകലും എന്നൊക്കെയാണ് നിഗമനങ്ങളിൽ എത്തിയത് എങ്കിൽ പോലും ഇപ്പോൾ വലിയ ഒരു
ഭൂകമ്പവും സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ തുസക്കിയെ എല്ലാവരും ഒന്നുകൂടി ഓർത്തു. ഉള്ളുലഞ്ഞ ഓർമ്മയിലാണ് ഇന്ന് മലയാളികൾ. കൃത്യം 1 വർഷം മുൻപാണ് നമ്മൾ ഈ ദിവസമൊക്കെ കണ്ണീരിൽ കുതിർന്ന ദിവസമായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. ആ കണ്ണീരിൻ്റെ പാടുകൾ പൂർണ്ണമായും മാറിയിട്ടില്ല എങ്കിൽ പോലും ആ നോവ് കേരളം വീണ്ടും ഓർത്തെടുക്കുകയാണ്. വയനാട് ദുരന്തത്തിന് 1 വയസ്സായിരിക്കുന്നു. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ദുരന്തം തകർത്തെറിഞ്ഞത്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള 8 കിലോമീറ്ററിൽ പ്രകൃതി താണ്ഡവമാടിയ ദിനമാണ്. 298 മരണമാണ് അതിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 32 പേരെ കാണാതായി എന്നൊരു സാഹചര്യമുണ്ട്. ചാലിയാറിലൂടെയൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ ഒഴുകി നടന്നത് നമ്മൾ കണ്ടു. ദിവസങ്ങളോളം തെരച്ചിൽ. 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 1800 പേർ ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. 1 വർഷത്തിനിപ്പുറം ആ ദുരന്തത്തിന്റെ ഓർമ്മ ദിനത്തിൽ ദുരന്തത്തിൽ മരിച്ചവരെ കൂട്ടമായി സംസ്കരിച്ച പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഹൃദയഭൂമി സാക്ഷിയായത്. ഉറ്റവർ നിത്യനിദ്രയിലുള്ള മണ്ണിൽ നഷ്ടപ്പെടലിന്റെ വേദനയുമായി കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നപ്പോൾ അത് കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണീരണിയിച്ചു. പേരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് അനുസ്മരണ ചടങ്ങുകൾ തുടങ്ങിയത്. ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് ഈ അനുസ്മരണ ചടങ്ങുകൾ തുടങ്ങിയത്. അതിനുശേഷം മന്ത്രിമാർ പങ്കെടുത്ത അനുസ്മരണ യോഗവും നടന്നു. ഈ വർഷം ഡിസംബറിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കുമെന്നാണ് അനുസ്മരണ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. നമുക്ക് ദുരന്തഭൂമിയുടെ ഇന്നത്തെ ചില കാഴ്ചകൾ കൂടി കാണാം. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഒരു പ്രേതഭൂമിയായി മാറിയിരിക്കുകയാണ്. ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതോടുകൂടി വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി ആ പ്രദേശം മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഭൂമിയിലെ സ്വർഗമെന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിൽ മനോഹരമായിരുന്ന ഇടമാണ്. അവിടെ വന്യമൃഗങ്ങൾ കുടിയേറിയിരിക്കുന്നു. പകൽ സമയത്ത് പോലും ആനകൾ ഉൾപ്പെടെ അവിടെ എത്തുന്ന നിലയിലേക്ക് ആ സ്ഥലം മാറിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഏറ്റവും വേദനയാർന്ന അടയാളമായിരുന്നു വെള്ളാർമല സ്കൂൾ.
എങ്കിൽ ഇന്ന് അത് അതിജീവനത്തിൻ്റെ ഒരു രൂപമായി മാറിയിരിക്കുകയാണ് വെള്ളാർമല സ്കൂൾ. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പുതിയ സ്കൂളിലേക്കുള്ള പ്രവേശനോത്സവം നടന്നത്. മാസങ്ങൾക്കുള്ളിൽ മറ്റൊരു കെട്ടിടത്തിൻ്റെ കൂടി നിർമ്മാണം പൂർത്തിയാകും. അതോടുകൂടി ഇപ്പോൾ ഈ പുനർനിർമ്മാണത്തിന് ശേഷം സ്കൂൾ അനുഭവിക്കുന്ന ഒരു സ്ഥലപരിമിതി ഒക്കെയുണ്ട്, അതിൽ കൂടി പരിഹാരമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആ വെള്ളാർമല സ്കൂൾ, അവിടുത്തെ കുട്ടികൾ, അവർ ഒക്കെയും അതിജീവനത്തിൻ്റെ പാതയിലാണ്. ആ ഭൂമി അത് പ്രേതഭൂമിയായി മാറി. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബം തന്നെ ഇല്ലാതായ സംഭവങ്ങളൊക്കെയുണ്ട്. അവശേഷിക്കുന്നവർ പക്ഷേ ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ടൗൺഷിപ്പ് നിർമ്മാണം ഡിസംബറോടുകൂടി പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഇന്നും മന്ത്രി ഉറപ്പു നൽകുന്നു. അതിവേഗം ആ അതിജീവനം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഇടവേളയിലേക്ക്. ISROയും നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 5:40 വിക്ഷേപണത്തിന് നിശ്ചയിച്ചിരുന്ന സമയം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപണം നിസാറിന്റെ വിക്ഷേപണം നടന്നു. 5:40 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത് GSLV F-16 റോക്കറ്റിലാണ്. ഇരുപത്തിയേഴ് മണിക്കൂർ കൗണ്ട് ഡൗൺ ആണ് നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ 2:10 കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നതിൽ നിർണായകമാണ് ഈ പുതിയ ദൗത്യം. वर्तमान में प्रथम चरण प्रज्वलित है, L-40s प्रज्वलित हैं. इनका कुल कार्यकाल 150 सेकंड का होगा. L-40 shut off, GS2 ignited, GS1 separated, 1S, IS 1/2 main separated. जी हाँ, अभी आपने सुना, रेंज ऑपरेशन निदेशक ने इसकी पुष्टि की है. प्रथम चरण को सफलता से पृथक किया जा चुका है. द्वितीय चरण का प्रज्वलन शुरू हो चुका है. Marking closed loop guidance initiated. The flight, the GS1 has undergone a hot separation and GS2 commenced its operation and thrusting nominally. The payload fairing has also been separated and closed loop guidance has been initiated. जी हाँ, इस दौरान सेकंड स्टेज परफॉर्मेंस नॉर्मल. वातावरण से बाहर जा चुका है, इसलिए पेलोड फेयरिंग या ऊष्मा कवच की आवश्यकता नहीं रहती, इसलिए इसे यान से पृथक कर दिया जाता है. और अब यान क्लोज लूप गाइडेंस के अंतर्गत है और स्वतः ही अपना दिशा निर्धारण कर रहा है. Powered by the Vikas engine that uses the Earth storable propellant combination of UH-25 and N2O4, the second stage of GSLV develops 846 kilonewton thrust in vacuum. Burn time for this mission of GS2 is 140 seconds. +4 minutes. दर्शकों का उत्साह देखते ही बनता है यहाँ पर. सभी उत्साहित को लेकर द्वितीय चरण सामान्य निष्पादन करता हुआ अग्रसर है अपने उद्देश्य कक्षा की ओर. इसमें इस चरण में UH-25 तथा N2O4 ईंधन का प्रयोग किया जाता है. यह विकास इंजन द्वारा संचालित है. इस चरण का कुल प्रज्वलन काल लगभग 150 ഭൂമിയെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് ആ മാറ്റങ്ങൾ അറിയിക്കുന്ന ഉപഗ്രഹമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. അത് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഇത് ISROയും ഒപ്പം തന്നെ നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് വിവരം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ നിന്ന്. എന്തായാലും ആദ്യഘട്ടം വിജയകരം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ
ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മൾ ISROയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇതുവരെ കണ്ടത്. നമുക്കിനി മറ്റു പ്രധാന വാർത്തകൾ വേഗത്തിലൊന്ന് നോക്കാം. സ്ഥിരം വിസിമാരുടെ നിയമനം ഉടൻ നടത്തണമെന്ന് സുപ്രീംകോടതി. തൽക്കാലത്തേക്ക് നിലവിലെ വിസിമാർക്ക് തുടരാമെന്നും കോടതി. ഗവർണർക്ക് ഇതിനായി പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സർക്കാരുമായി യോജിച്ചു പോകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിച്ചു. പത്തനാപുരത്ത് നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ നിന്ന് കണ്ടെത്തി. നെടുമ്പറമ്പ് സ്വദേശി നിഷാന്താണ് മരിച്ചത്. ഈ മാസം 22-ന് വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിലേക്ക് പോയ ഇയാളെ കാണാതാവുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ പത്തനാപുരം പോലീസിൽ പരാതി നൽകി. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ പരിയാരത്ത് യുവതി 2 മക്കളുമായി കിണറ്റിൽ ചാടി. ശ്രീസ്ഥ സ്വദേശി ധനജയെയാണ് മക്കളുമായി കിണറ്റിൽ ചാടിയത്. യുവതിയെയും കുട്ടികളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 6 വയസ്സുള്ള മകന്റെ നില ഗുരുതരമാണ്. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ആരോപണം. 2 മാസം മുമ്പ് പരിയാരം പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നു. കൊച്ചിയിൽ IT കമ്പനി ഉടമയെ ഹണി ട്രാപ്പിൽ കുടുക്കി കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ച് പോലീസ്. തൃശൂർ സ്വദേശികളായ ദമ്പതികളെ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പാട് സ്വദേശി കൃഷ്ണദേവും ഭാര്യ ശ്വേതയുമാണ് പിടിയിലായത്. കേസ് ഒഴിവാക്കാൻ 30 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. 50,000 രൂപ നൽകിയതിനു ശേഷം 20 കോടി രൂപയുടെ 2 ചെക്കുകളും പ്രതികൾക്ക് നൽകി. ഇതിനുശേഷം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കമ്പനി ഉടമ പരാതി നൽകുകയായിരുന്നു. മലപ്പുറം വടക്കുംമുറിയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി എന്നിവരാണ് മരിച്ചത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. കൊച്ചി ഇൻഫോ പാർക്കിലെ ശുചിമുറികളിൽ ഒളി ക്യാമറ കണ്ടെത്തിയത് പാർക്ക് സെന്റർ കെട്ടിടത്തിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ. ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ കേസെടുത്ത് ഇൻഫോ പാർക്ക് പോലീസ്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത് മൈലക്കാട് സ്വദേശി സുനിൽകുമാർ. പ്രതിയെ പിടികൂടിയത് ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്ന്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെ വെള്ളപൂശി കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയില്ലെന്ന് കണ്ടെത്തൽ. ബലക്ഷയം സംബന്ധിച്ച് 3 റിപ്പോർട്ടിലും കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരുന്നില്ല എന്ന് കളക്ടർ. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 പേർക്ക് മാറ്റം. എറണാകുളത്ത് G പ്രിയങ്കയും പാലക്കാട് MS മാധവൻകുട്ടിയും കോട്ടയത്ത് ചേതൻ കുമാർ മീണയും ഇടുക്കിയിൽ ദിനേശൻ ചെറുവത്തും പുതിയ കളക്ടർമാർ. ഡോക്ടർ K വാസുകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, NSK ഉമേഷ് ഡയറക്ടർ, S ഷാനവാസ് തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. നമ്മൾ ഇനി പോകുന്നു സായന്ന സവാരിയിലേക്ക്. കോഴിക്കോട് മുക്കത്തുള്ളവർക്ക് ഒരു സായന്ന സവാരി നടത്താൻ പറ്റുന്ന ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. നിരവധി പേർ എത്തി സമയങ്ങൾ ചെലവഴിക്കുന്ന ഒരിടമാണ്. മുക്കം കടവിന് സമീപമുള്ള സ്ഥലമാണ്. ഇരുവഴിഞ്ഞി പുഴയും ഒപ്പം തന്നെ ചെറുപുഴയും സംഗമിക്കുന്ന ഇടത്താണ് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം ഉള്ളത്. മുളങ്കടവ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും കുറുകെയുള്ള മുക്കംകടവ് പാലത്തിന് സമീപത്താണ്.
ഈ പാലത്തിന് സമീപത്തുള്ള ഒരു മനോഹരമായ മുളംചോലയിൽ നിരവധി പേരാണ് സായാഹ്നങ്ങൾ ആസ്വദിക്കുവാനും ഒത്തുചേരാനും എത്തിച്ചേരാറുള്ളത്. നമുക്കിന്ന് ഈ മുളംചോലയുടെ മനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഇത്തരത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും ഈ സായാഹ്നം ആസ്വദിക്കാനായി ഈ മനോഹരമായ തീരത്ത് ഈ മുളംചോലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എന്താണ്, ഇവിടുത്തെ ഒരു ആസ്വാദനം എന്താണെന്നല്ല. ഇതിന്റെ പ്രത്യേകത ഈ ഒരു മുളങ്കാട്, ഈ പുഴ, ഇതൊക്കെ തന്നെ. ഇത്ര മനോഹരമായ ഒരു സ്ഥലം. ഇങ്ങനെ നമ്മുടെ മുക്കം ടൗണിന് വളരെ അടുത്താണിത്. പക്ഷെ നിർഭാഗ്യവശാൽ പുഴ ഇടിഞ്ഞ് ഇങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അതിനെതിരെ ശ്രദ്ധ, ആ ഒരു പുഴ നന്നാക്കുന്ന കാര്യത്തിൽ, ഇടിയുന്ന കാര്യം നന്നാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പതിയണം എന്നുള്ളത് അഭ്യർത്ഥന. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും, ഒരുപാട് കുടുംബം ഈ മഴയായിട്ടാണ്, മറ്റൊരുപാട് കുടുംബങ്ങളും കുട്ടികളും ഒക്കെ വന്ന് വളരെ സജീവമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് മുക്കത്തിനെ സംബന്ധിച്ച് വളരെ വികസിച്ചിരിക്കുന്ന അവസ്ഥയിൽ സായാഹ്നങ്ങൾ ചിലവാക്കാൻ കുട്ടികളെ കൂട്ടി ഒന്ന് പുറത്തു പോകാൻ ഒരു ബീച്ചോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. എവിടെ പോയാലും തിരക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിനും എല്ലാം ഭയങ്കര കുളിർമയാണ്. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കുടുംബസമേതം വരുന്നു. അപ്പോൾ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും മുക്കത്തുകാരെ മൊത്തത്തിൽ ആവശ്യമാണ്. ഈ തീരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും സംഗമിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇത് കാരശ്ശേരി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ മുളകൾ വെച്ചുപിടിപ്പിക്കുകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ മുളകൾ വെച്ചുപിടിപ്പിക്കുകയും ഈ ഒരു തീരം സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നു മുളകൾ വെച്ചുപിടിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ മുള എല്ലാം പടർന്ന് പന്തലിച്ച് മനോഹര തീരമായി മാറിയിരിക്കുകയാണ്. നിരവധി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു തീരത്തിന്റെ ഒരു പ്രത്യേകത? നിങ്ങളെല്ലാവരും ഈ തീരത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു കാരണം എന്താ? അത് ഈ മുള, പുഴ, അത് തന്നെ മതിയല്ലോ ഇരിക്കാനുള്ള സംഗതി. എത്ര നല്ല സുന്ദരമായ പുഴ, അതിൻ്റെ തൊട്ടടുത്തൊരു മുളക്കൂട്, മുളൻ്റെ ചുവട്ടിൽ ഇരുന്നാൽ തന്നെ ഭയങ്കര മാനസിക സുഖ. അതന്നെ തന്നെ പ്രത്യേകത. മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം ഒഴിവിട്ടുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഇരുന്നിട്ട് കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എന്താണ് ഈ ഒരു തീരത്തിന്റെ ഒരു അപൂർവമായിട്ട് മുക്കം ഏരിയയിൽ കിട്ടിയൊരു സുഹൃത്തുക്കൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഇതുള്ളത്. അത് ഒന്ന് വൃത്തിയായി നാളേക്ക് നമ്മൾ കാലത്തിന് ശേഷം ഒരു മുക്കത്തിൻ്റെ ഒരു അഭിമാനമായി മാറണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ തീരം ഇടിഞ്ഞു പോകാതെ കെട്ടി സംരക്ഷിക്കണം എന്നൊക്കെ വലിയൊരാഗ്രഹമുണ്ട്. ഇരുവഞ്ഞിപ്പുഴക്കും ചെറുപുഴക്കും ഈ മുക്കത്തിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളും പിന്നെ കഥകളൊക്കെ ഉണ്ടല്ലോ. അത്തരമൊരു തീരത്താണ് ഇപ്പം സായാഹ്നം ആസ്വദിക്കാൻ വന്നിരിക്കുന്നത്. എന്താണ് ഈ മുളംചോലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത? ഈ തീരത്തിനെ സംബന്ധിച്ചിടത്തോളം SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതി രചിച്ചത് ഈ പുഴയുടെ തീരത്ത് വെച്ചാണ്. പ്രത്യേകിച്ച് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാനും മന്ദമാരുന്നതിൻ്റെ തലോടലേറ്റ് സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ പറ്റിയ ഒരു ഇടമാണ് ഇവിടെ. ദിവസം തോറും ഇവിടെ എത്താറുണ്ടോ? അല്ല, പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ മനസ്സ് എന്താ വെച്ചാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ചൂട് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ആസ്വദിച്ച് വളരെ കുളിർമയോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിലൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എഴുത്തുകാരൻ SK പൊറ്റക്കാടിൻ്റെ ഓർമ്മയിൽ ഒരു തുരുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊറ്റക്കാടിൻ്റെ മകള് വന്ന സമയത്ത് സംസാരിച്ച പറഞ്ഞു, ഇങ്ങനെ ഒരു തുരുത്ത് ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് അറിയാം. പൊതുവെ അമ്മ അങ്ങോട്ട് പോവാറില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വന്നതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായി. എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയ ഒരു സ്ഥലത്ത് ഇരിക്കാനും സൊറ പറഞ്ഞിരിക്കാനും നാളെകളെക്കുറിച്ച് ചിന്തിക്കാനും ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ മക്കളോട് പറയാറുണ്ട്, നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം അവർക്ക് മക്കളെ ഊഞ്ഞാലൊക്കെ ഇഷ്ടമാണല്ലോ, അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഊഞ്ഞാൽ കാണുമ്പോൾ അപ്പോൾ എന്നെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറയില്ലേ. അപ്പോൾ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ വെള്ളം കയറുന്ന സമയത്ത് നമുക്കിത് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരും തലമുറ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള SK പൊറ്റക്കാടിൻ്റെ ഓർമ്മയുള്ള ഒരു തുരുത്താണ്, ആകെയുള്ള ഒരു തുരുത്താണ് ഞാൻ മനസ്സിലാക്കുക. അത് നഷ്ടപ്പെടരുത് എന്നാണ് ഞാൻ ഇവിടെ. എന്തൊക്കെയാണ് ഈ ഒരു തീരത്തിന്റെ പ്രത്യേകത? ഈ തീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകസഞ്ചാരിയും ഒരു ദേശത്തിൻ്റെ കഥാകാരനുമായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവും കൂടിയായ SK പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾ അന്തിയുറങ്ങുന്ന
ഒരു മനോഹരമായ തീരമാണ്. അതുകൂടാതെ ചെറുപുഴയുടെയും ഇരഞ്ഞിപ്പുഴയുടെയും സംഗമ കേന്ദ്രം കൂടിയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ സൊറ പറയാനും അതുപോലെ ഉല്ലാസത്തിലേർപ്പെടാനും ഇവിടെ എത്താറുണ്ട്. ഇതൊക്കെയാണ് ഈ മനോഹര തീരത്തിൻ്റെ വിശേഷങ്ങൾ. എന്നാൽ സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ തീരം കെട്ടി സംരക്ഷിക്കണമെന്നാണ് ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 കേരളയ്ക്ക് വേണ്ടി കോഴിക്കോട് മുക്കത്ത് നിന്നും GN ആസാദ്. എന്തായാലും പുഴയും കടവും ഒക്കെയായി വലിയൊരു നൊസ്റ്റു ഫീലാണ് എല്ലാവർക്കും ഈ സ്റ്റോറി നൽകിയതെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും പോകാനും ഇരിക്കാനും പറ്റുന്ന ഒരിടമാണ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടപ്പോൾ എല്ലാം പുരുഷന്മാരാണ്. പക്ഷേ കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് ഊഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലാകുന്നു. കൂടുതൽ കുട്ടികൾക്കും കുടുംബവുമായിട്ടും സ്ത്രീകൾക്കുമൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരിടമായി കൂടുതൽ വികസിക്കട്ടെ ആ സ്ഥലം. എന്തായാലും നല്ല ഒരു കാഴ്ച സായാഹ്ന സവാരി പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ആസാദ് മുക്കമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സായാഹ്ന യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ നേരം വൈകുന്നേരത്തിൽ വീണ്ടും കാണാം.